ജീവിതത്തിൽ ഒരു സമയമാകുമ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കും എന്ന് പറയുന്നത് കറക്റ്റ് ആണല്ലേ? പണ്ട് വിസിലിന്റെ ഒച്ച കേൾക്കുമ്പോഴത്തേക്കിനും ഓടി മാറിക്കൊണ്ടിരുന്ന ഞാനിപ്പം കുക്കറൊക്കെ ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന്. അതെ, എനിക്ക് ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾ ദുബായിൽ ഹസ്ബൻഡിന്റെ അടുത്തോട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആഹാ, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നും മാഗി, പപ്പടം, മോര് ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നും ആ ചെറുക്കന് തിന്നാൻ കൊടുക്കുന്നതന്നെ. കളിയാക്കിയവരോടൊക്കെ ഉള്ള ഒരു മറുപടിയാണ്, ഞാനിപ്പോ സ്വന്തമായിട്ട് എന്റെ ഫാമിലീനെ ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ കേപ്പബിൾ ആണ്. നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനും അത് നടക്കില്ല എന്ന് പറയാനും ഒത്തിരി പേര് നമ്മുടെ കൂടെ കാണും. പക്ഷേ നന്നായിട്ട് ചെയ്യൂ, നീ മുന്നോട്ട് തന്നെ പോകൂ എന്ന് പറയാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന വളരെ ചുരുക്കം പേര് മാത്രമേ നമ്മുടെ കൂടെ കാണാറുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചിലപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുമ്പോഴായിരിക്കും നമുക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ട് റോഡ് ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യുന്നതായിരുന്നേ. എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഡെയിലി ഫ്രണ്ട്സിന്റെ കൂടെ എപ്പോഴും പോയി ആണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പഠിച്ചത്. ഒരു 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരുന്നു ഈ സോഷ്യൽ ആങ്സൈറ്റി. വേറൊരാളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബോധഡായിരുന്നു. പിന്നെ ലൈഫിൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറേ ഇല്ലായിരുന്നേ. എന്നെ പറ്റി ആരെന്ത് വിചാരിച്ചാലും എനിക്കെന്താ, അങ്ങനെ ഒരു മൈൻഡ് ആയിട്ടോ.